ഹലോ, ഇന്ന് നമുക്ക് ഒരു പ്രത്യേക സ്ഥലം ഒതുക്കിയാലോ? വേറൊന്നുമല്ല, എൻ്റെ ക്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഈ കാണണതാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ ഇരിക്കുന്ന എൻ്റെ തട്ടകം. ഈ സ്റ്റെപ്പ് കയറി വന്ന ആ സ്റ്റെപ്പും ഇരുന്നിട്ടാണ് ഞാൻ എല്ലാ പണികളും ചെയ്യാറ്. അപ്പം എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റൂമും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ലൈറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ആ പറകോളയുടെ ഉള്ളിലാണ് ഞാൻ ചെയ്ത എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കരടുകളും പ്രാണികളൊക്കെ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലോ, കുറച്ചധികം ദിവസമായി. അത് ഈ ഡേറ്റ് കണ്ടാൽ മനസ്സിലാവട്ടെ, ഏപ്രിൽ 21-നാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ ക്രാഫ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. അതിനുശേഷം ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം മുകളിൽ നിന്ന് പൊടികളൊക്കെ തട്ടിയിട്ടു. പിന്നെ ഈ പേപ്പർ ഓർമ്മയുണ്ട്, ഈ പേപ്പറിലാണ് നിങ്ങളുടെ പേരുകളൊക്കെ എഴുതിയിട്ട് എല്ലാ ദിവസവും ഞാൻ എന്താ പറയുക വീഡിയോയിലൊക്കെ എഴുതുന്നതും ചെയ്യണതൊക്കെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണാവോ, എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാണാവോ. എന്തായാലും നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പേപ്പറൊന്നും കാണുന്നില്ല, അത് ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഓർമ്മയില്ല, ഇത്രയും കൂട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്തല്ലേ. പിന്നെ അവിടെ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ ഒതുക്കി പറക്കി ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞു. പിന്നെ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് മെയ് 9 ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ. പിന്നെ എല്ലാം പൊടികളൊക്കെ തട്ടി കഴിഞ്ഞപ്പോൾ ഇരുന്നതൊക്കെ മുകളിലേക്ക് തന്നെ എടുത്ത് വെച്ചു. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. വേറെ മേശയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഒക്കെ അവിടെ ഒന്നും കൂടി അടക്കി പറക്കി ഒതുക്കി വെച്ച് സെറ്റാക്കിന് കേട്ടോ. അപ്പം ഇതായിരുന്നു എൻ്റെ കുഞ്ഞ് ക്രാഫ്റ്റ് റൂം. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ പോയി അടിച്ച് വരട്ടെ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.